സിറോ മലബാർ സഭയിലെ കുർബാന തർക്കത്തിൽ ബിഷപ്പ് ഹൗസിന് മുന്നിൽ വലിയ പ്രതിഷേധം ആണ് നടക്കുന്നത്. പോലീസുകാരും വിശ്വാസികളും തമ്മിലുള്ള വാക്കേറ്റമാണ് കാണുന്നത്. സമരത്തിലിരുന്ന പുരോഹിതരെ പോലീസ് നീക്കം ചെയ്തിരുന്നു. പോലീസ് എത്തി ബലമായാണ് അവരെ നീക്കിയത് എന്നൊക്കെയുള്ള തരത്തിൽ വിശ്വാസികൾ ആരോപണം ഉന്നയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വിശ്വാസികളും പോലീസുകാരും തമ്മിൽ ഒരു വാക്ക് തർക്കം ഉടലെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എതിരാണ് സർക്കാരെന്ന് അത് സത്യമാണ്. മൊബൈൽ മേടിച്ച് വെച്ചില്ല. മൊബൈൽ മേടിച്ച് വെച്ചില്ല. കാര്യം പറയാം. ഈ വോട്ട് പോരാണ്ട് വരും. നിങ്ങളുടെ വായി തുറക്കണ്ട, നിങ്ങളുടെ വായി കേൾക്കണ്ട. കേൾക്കാൻ ഞാൻ തയ്യാറല്ല. ഞങ്ങളോട് 3 മണിക്ക് എന്താ കാണിച്ചത്? സർക്കാർ പറഞ്ഞോ? സർക്കാർ പറഞ്ഞു. ഞങ്ങളോട് പറഞ്ഞത് 3 മണിക്ക് ഞങ്ങളോട് പറയാം. തോണ്ട് സംസാരിക്കണ്ട, അതുകൊണ്ട് സംസാരിക്കണ്ട. സർക്കാരിന്റെ തീരുമാനമാണെന്ന് സർക്കാർ നിങ്ങൾക്കെതിരാണ്. എന്തിനാണ് ഞങ്ങൾ 8 പേരുടെ മൊബൈൽ വലിച്ചെടുത്തത്? എന്തിനാണ്? ഒരു കാര്യം പറയാം. ഈ ACP കാരണം അൽമായ മുന്നേറ്റം ഇതുവരെ ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എടുത്തിട്ടില്ല. ഈ ACP പറയുന്നത് സർക്കാർ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കെതിരാണ്. കാര്യത്തില് നീതി പാലിക്കാൻ പറ്റില്ല. അത്രയേറെ ഒന്നെങ്കിൽ തള്ളല്ലേ. അത്രയേറെ തുടക്കം മുതൽ നിങ്ങൾ വൺ മാൻ ഷോയും വൺ സൈഡ് പരിപാടിയാ. കാരണം നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളത്തെക്കാൾ കൂടുതൽ നിങ്ങൾ വാങ്ങി പോക്കറ്റിലിടുന്ന പുട്ടടിക്കുന്ന കിമ്പളമാണ് നിങ്ങളെ നയിക്കുന്നുള്ള യാതൊരു സംശയവും ഞങ്ങൾക്കില്ല. ഇന്ന് രാവിലെ 2 ദിവസം പോച്ചട കൂടെ അത് കഴിച്ചു. സാറിന്റെ വീട്ടിൽ വന്ന് സാറിന്റെ വീട്ടുകാരെ ഞങ്ങളെ ഉപദ്രവിച്ചാൽ സാറെ രക്ഷമിക്കും. സാറിന്റെ മക്കളെ ഞങ്ങളെ ഉപദ്രവിച്ചാൽ സാറെ രക്ഷമിക്കും. ജീവിതകാലം മുഴുവൻ ഈ യൂണിഫോമിലും ഈ അകമ്പടിയിലും സാറ് ജീവിക്കുന്നതാണ് സാർ ധരിച്ചിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ടൊരു കാലഘട്ടമുണ്ട് സാറേ. ഇത് കഴിഞ്ഞിട്ടൊരു കാലഘട്ടമുണ്ട്. സാറ് ഇതിന് ഒറ്റ ഉത്തരം പറഞ്ഞാൽ സാറ് ഞങ്ങൾ 8 പേരോടും ഫസ്റ്റ് ബോള് ഓടി വന്നിട്ട് എല്ലാരും കൂടെ അങ്ങനെ വന്നത് ഫോൺ മേടിച്ചിട്ട് സാർ എന്നാ പറഞ്ഞത്? ഷൈചറിന് മുമ്പിൽ വെച്ചിട്ടാ പറഞ്ഞത്. ACP ജയകുമാർ ഞങ്ങളോട് ഞങ്ങളുടെ മുമ്പിൽ വന്നു നിന്ന് ഞങ്ങളെ പിടിച്ചു ബലമായിട്ടിരുത്തി ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ചതിന് ശേഷം ACP ജയകുമാർ പറഞ്ഞു, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഇങ്ങനെയാണ് തുടങ്ങിയത്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. എന്താണ് സാറിന് പറയാനുള്ളത്? നിങ്ങൾക്ക് ഒരു തോന്നലുണ്ട് ഞാൻ ACP ജയകുമാറാണ് നിങ്ങൾക്കെതിരെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. സത്യത്തിൽ പിണറായി സർക്കാരാണ്, കേരള സർക്കാരാണ്. നിങ്ങൾക്ക് പറയാൻ കേൾക്കണ്ട.
ഒരു സെക്കൻഡ് അവിടെ ഉണ്ടായ കാര്യം പ്രകാശ് പറയട്ടെ. പൂർത്തിയായിട്ടില്ല. പറയൂ പ്രകാശ് പറയട്ടെ. അയാൾ പറയണ്ട, നിങ്ങൾ അവിടെ ഉണ്ടായ കാര്യം പറയണേ. സത്യം പറഞ്ഞു ഇപ്പൊ സാറിന് ഷൈനോ സാർ ACP സാറിന് ACP കൈകുമാർ സാറിന് സമാധാനം ആശംസിക്കാൻ നിങ്ങൾ കത്തോലിക്ക പുരോഹിതനല്ല. സമാധാനം ആശംസിക്കാൻ ACP ജയകുമാർ കത്തോലിക്ക പുരോഹിതനല്ല. നിങ്ങളൊരു ഹൈന്ദവനാണ്. നിങ്ങൾ ഞങ്ങളുടെ ക്രൈസ്തവ ആലയത്തിൽ കയറി ഞങ്ങളുടെ വൈദികരെ പീഡിപ്പിച്ചു. അതിന് മുന്നോടിയായിട്ട് ഞങ്ങളെ 8 മായിരയും ഒരു വൈദികനെ പെരുവഴിയിൽ നിങ്ങൾ അറസ്റ്റ് ചെയ്തു. വെർച്വൽ അറസ്റ്റ് നിങ്ങൾ ചെയ്തതിനു ശേഷം നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞത് മൊബൈൽ മേടിച്ചതിന് ശേഷം നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് ഞാനെതിരല്ല, പിണറായിയുടെ സർക്കാർ കേരള സർക്കാർ നിങ്ങൾക്കെതിരാണ് എന്നാണ് നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞത്. അതിനെ ഞങ്ങൾ തള്ളി കഴിയുമ്പോൾ നിങ്ങൾ ഇറങ്ങി ഓടി ചോദ്യം ചെയ്തപ്പോൾ നിങ്ങളുടെ വായിൽ ഉത്തരമില്ലായിരുന്നു, നിങ്ങളുടെ വായിൽ പഴം പിടിച്ചിരിക്കുന്നു. നിങ്ങൾ മറുപടി പറയാതെ പിന്തിരിഞ്ഞ് ഓടുകയാണ് ചെയ്തത്. ഇത് പറഞ്ഞതിന്റെ പേര് നാളെ നിങ്ങൾ ഏതെങ്കിലും കേസിൽ പെടുത്തി എന്നെ കൊന്നു കളഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല. പക്ഷെ എന്റെ വൈദികരെ നിങ്ങൾ തൊട്ട് കളിച്ചാണ്. അതിന് ഞങ്ങള് നീ ആരും ഒന്നും പറയണ്ട. വേണ്ട അവരുടെ വർത്തമാനം കേൾക്കണ്ട.